മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2024 ജൂലൈ 8-ാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 2025 മാർച്ച് 16-ാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ മിത്രഗ്രഹമാണ് ശനി. രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും. ഉത്രട്ടാതി ഒരു ശുഭനക്ഷത്രമാണ്. ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത്. രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ്. രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത്. ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലാണ്. ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത്. രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത്. രാഹുർദശയുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. കന്യരാശിക്കാരുടെ 7-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഇപ്പോൾ രാഹു. ശനി നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനി 6-ാം ഭാവാധിപനുമാണ്. അതിനാൽ ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. പക്ഷേ ഈ സമയത്ത് ശനി വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ അല്പം താമസിച്ചിട്ട് ലഭിക്കുകയുള്ളൂ. ഗുരു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലാണ്. രാഹു 7-ാം ഭാവത്തിൽ സാധാരണ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. രാഹു കേന്ദ്രസ്ഥാനമായ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിൽ തനിയെ നിൽക്കുമ്പോൾ രാജയോഗ തുല്യമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. 7-ാം ഭാവം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതുമായിരിക്കും. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയമായിരിക്കും. ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഇത് കരിയറിലും ബിസിനസ്സിലും പുരോഗതി വരാനും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും. കരിയറിലുള്ളവർ പാർട്ട് ടൈം ജോബ് ചെയ്തോ കൂടിയ ശമ്പളത്തോട് ജോബ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ പാർട്ട് ടൈം ബിസിനസ്സും മറ്റും ചെയ്തോ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ വ്യാപാരി വ്യവസായികൾ ഒന്നിലധികം സോഴ്സുകളിൽ കൂടി വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും.
11-ാം ഭാവം ഉപജയസ്ഥാനമാണ്. ഈ സമയത്ത് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും നടക്കുന്നത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. 11-ാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുവാൻ രാഹു സഹായിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 1-ാം ഭാവത്തിലാണ്. 1-ൽ രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളെ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി വരാനിടയാക്കും. അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. എങ്കിലും രാഹുവിൻ്റെ പ്രഭാവം 1-ൽ ഉണ്ടാകുമ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തണം. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഇതിനെ വേണമെങ്കിൽ ചെറിയ സ്വാർത്ഥത എന്നും പറയാം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് നല്ല ഇംപ്രഷൻ ചെലുത്തുവാൻ സാധിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ്. ഇവിടെ ശനിയുടെ 10-ാം ദൃഷ്ടിയും ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകും. എന്തിനേയും നേരിടാനുള്ള ധൈര്യം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകും. അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഹ്രസ്വ ദൂരയാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കലാരംഗത്തുള്ളവർക്കും മീഡിയ, TV എന്നീ ഫീൽഡിലുള്ളവർക്കും ഈ സമയം വളരെ അനുകൂലമായിരിക്കും. ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.